നമസ്കാരം. ഞാൻ ഷംസു യാക്കൂബ്. പ്രധാനമായും പറയാനുള്ളത് 31st ആഘോഷമാണ് ഇനി വരാൻ പോകുന്നത്. പപ്പാനിയെ കത്തിക്കലും അനുബന്ധ കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ. അപ്പോൾ തിരക്ക് വ്യാപകമാവും. എല്ലാവർക്കും വേണ്ടത് അവരവരുടെ വണ്ടി അവരവർ ഇറങ്ങുന്ന ആ സ്പോട്ടിൽ തന്നെ ഇടണം. ബൈക്കുകാരുടെ കാര്യം പറയാനില്ല. അവർ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ വണ്ടി ഇട്ടിട്ട് പോയിക്കളയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടൂ വീലർ വെക്കണം. അതനുസരിച്ച് വെക്കുമ്പോൾ മറ്റുള്ളവർക്കും അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം. അങ്ങനൊരു യാതൊരു പരിഗണനയും ഇന്നുമില്ല, ഇന്നലെയും ഇല്ല. നാളെ ഉണ്ടാവുമെന്നറിയില്ല. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ കാണുന്ന സീൻ വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ വട്ടന് ഒരു വണ്ടി വെച്ചേക്കുന്നത്. അത് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടുകാരനാണ്. കാര്യം എന്താണ്, വെയിലിൻ്റെ മാറ്റം വരുമ്പോൾ അവരുടെ വീടിന് മുമ്പിലായി വെയിൽ. അതിന് നേരെ ആ വീട്ടുകാരൻ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ വട്ടന്. എനിക്ക് സ്കൂട്ടർ ഇറക്കാനോ കാർ ഇറക്കണമായിട്ട് പോട്ടെ, സ്കൂട്ടർ ഇറക്കാൻ പോലും പറ്റില്ല. അത്ര നല്ല ആളുകളാണ് നമ്മളെല്ലാവരും, ഞാനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പരമാവധി കാറുകൾ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിലിടുക. അതായത് 1 കിലോമീറ്റർ അപ്പുറം നല്ല സ്ഥലങ്ങൾ കണ്ടുവച്ച്, നല്ല വലിയ വഴികളൊക്കെ ഉണ്ട് ഇവിടെ. ആ വഴികളിൽ ഏതെങ്കിലും ഒരു സൈഡത്ത് നല്ല ചേർത്ത് നിർത്തി, കൂടി വന്ന 1/2 കിലോമീറ്ററോ 1 കിലോമീറ്ററോ നടക്കേണ്ടതേ ഉള്ളൂ. നമ്മൾ കൊച്ചിയിലെ പല ഭാഗത്തും വണ്ടിയിടാം. ഒരുപാട് റോഡുകളുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയെല്ലാം നല്ല രീതിയിൽ ചേർത്തിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. കഴിഞ്ഞ ദിവസം വെളിയിലുള്ള ഒരാളുടെ ഗേറ്റിന് മുമ്പിലിട്ടിട്ട് അയാൾക്ക് അത്യാഹിതമായിട്ട് പോകേണ്ടതായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത്. പോകാൻ പറ്റാണ്ട് പോലീസുകാരെ വിളിച്ചു. പോലീസുകാർക്ക് അത് നോക്കിയിട്ട് എന്തോ ശരിയാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിട്ട് നമ്മൾ എന്തുത്സാഹമാണ് നടത്താൻ പോകുന്നത്, എന്തുത്സവത്തിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ വരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ പരിസരമൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് ദൂരെ കൊണ്ടുപോയി വണ്ടിയിട്ട് വരിക. അപകടത്തെ നോക്കിക്കാണുക. അതായത് വളരെയധികം തിക്കും തിരക്കും ഉണ്ടെങ്കിൽ പരമാവധി മാറി ശ്രദ്ധിച്ച് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്ത്, നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ കഴിച്ച് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് പോകാം. അത് മാത്രവുമല്ല, നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ വീടുകളിൽ മുട്ടി നിങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാം. അവിടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വെൽക്കം. വളരെ അപൂർവം ആളുകളുണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതെല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ഏത് വീടുകളിൽ നമ്മൾ ചെന്ന് മുട്ടിയാലും അവർ തുറന്നു തരും, നമുക്ക് വെള്ളം തരും, നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് അത്യാവശ്യം കയറാം. അങ്ങനെ നിങ്ങൾ മടിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കൊച്ചിയുടെ ഈ ഭാഗത്ത്, ഈ മരക്കടവ് ഭാഗത്തൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോൾ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഏത് വീട്ടിലും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വരിക. വാഹനങ്ങളുടെ അതിപ്രസരം നിങ്ങൾ കുറക്കുക. അത് ഞാൻ തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഓരോരുത്തരും, ഞാനെന്ന് പറയുന്ന ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി ആസ്വദിക്കാം. ആസ്വാദകർ വരണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ സ്വയം ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ.